ജീവിതത്തിൽ നമ്മൾ നേടുന്ന വിദ്യാഭ്യാസം, ജോലി, സ്വത്ത്, സാമൂഹിക അംഗീകാരം എന്നീ ഘടകങ്ങൾ താൽക്കാലിക സന്തോഷം നൽകിയേക്കാം. അത് മെറ്റീരിയലിസ്റ്റിക് പ്ലഷർ എന്ന് നമ്മൾ പറയും, ഭൗതികമായിട്ടുള്ള നമ്മളുടെ സന്തോഷങ്ങൾ. എന്നാൽ നാം കൈമുതലാക്കുന്ന കുറേ നല്ല ശീലങ്ങൾ, ജീവിത രീതികൾ, നല്ല സ്വഭാവ ഗുണങ്ങൾ, സഹജീവികളോടുള്ള അനുകമ്പ, ഇവയിലെല്ലാം നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവും. നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മൾ ഭയക്കുന്നത് ഈ പറയുന്ന ഭൗതികമായിട്ടുള്ള സന്തോഷമായിരിക്കും. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമൊക്കെ ഒന്നൊന്നായി പോകുമ്പോഴാണ് ഉള്ളിൽ സന്തോഷവും സംതൃപ്തിയും ഒക്കെ നിലനിൽക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എപ്പോഴും കരുതുക, നിങ്ങൾക്ക് പണം കൊണ്ട് സന്തോഷത്തെ വാങ്ങാൻ കഴിയില്ല. കാരണം ദലൈലാമ പറയുന്നത് പോലെ അത് റെഡിമെയ്ഡായ ഒരു ഉൽപ്പന്നമേ അല്ല. പകരം സന്തോഷം കണ്ടെത്താൻ വേണ്ടി സന്തോഷത്തിന് പിന്നാലെ യാത്ര ചെയ്ത് സന്തോഷിക്കാതെ മടങ്ങുന്നവരാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഒരു ചെറു പ്രവൃത്തിയിൽ പോലും ചെറിയ സന്തോഷം കണ്ടെത്താൻ കഴിയും. മനസ്സ് ശുദ്ധമാക്കി വെക്കുകയും നല്ല ശീലങ്ങൾ നിങ്ങൾക്കുണ്ടാവുകയും ചെയ്താൽ, രാവിലെ എഴുന്നേറ്റ് കൺതുറന്നീ പ്രഭാതത്തെ ഒന്ന് കണ്ടാൽ, ഇല്ലെങ്കിൽ പുൽക്കൊടിത്തുമ്പിലെ ഒരു മഞ്ഞുതുള്ളിയെ കണ്ടാൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെയോ നിങ്ങളുടെ പ്രണയിനിയുടെയോ നിങ്ങളുടെ പങ്കാളിയുടെയോ കണ്ണിലുള്ളൊരു പ്രതീക്ഷയെ അല്ലെങ്കിൽ തിളക്കത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, അവരെ ഒന്ന് ചേർത്ത് നിർത്തിയാൽ, തൂവലൊന്നൊതുക്കിയാൽ ഒക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. അത്ര ചെലവുള്ള കാര്യമല്ല സന്തോഷം കണ്ടെത്തുന്നത് എന്നതർത്ഥം.